ഹായ്, എല്ലാവർക്കും വിഹാൻ അക്കാഡമി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ LD ടൈപ്പിസ്റ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ പോർഷൻസ് എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പോർഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഷൻ ഓഫ് WEF. എക്സ്പാൻഷൻ ഓഫ് WEF എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് വിത്ത് എഫക്ട് ഫോർ ആണോ, അതോ വിത്ത് എഫക്ട് ഫ്രം ആണോ, അതോ വിത്ത് എഫക്ട് ഫ്രം ആണോ, അതോ വിത്ത് എഫക്റ്റീവ് ഫോർ ആണോ? ഏതാണ് ഓപ്ഷൻ? അപ്പോൾ WEF എന്ന് കണ്ട അപ്പോഴേ മനസ്സിലായിക്കണം, WEFൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. അതായത് വിത്ത് എഫക്ട് ഫ്രം. ഓക്കെ, വിത്ത് എഫക്ട് ഫ്രം ആണ്. ഓക്കെ, എഫക്റ്റീവ് എന്നൊക്കെ കൊടുത്താൽ അത് തെറ്റാണ്. വിത്ത് എഫക്ട് ഫ്രം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് ഫൗണ്ട് ഓൺ ഡാഷ് സൈഡ് ഓഫ് ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് സൈഡിലാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ സ്ഥിതി ചെയ്യുന്നത്? കീബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡാണോ, അതോ കീബോർഡിൻ്റെ റൈറ്റ് സൈഡാണോ, അതോ തമ്പ് വീലിൻ്റെ ലെഫ്റ്റ് സൈഡാണോ, അതോ ഇവിടെയൊന്നും അല്ലേ, ഈ ഓപ്ഷൻസിലുള്ളതൊന്നും അല്ലേ? ഏതാണ് ആൻസർ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ടു ഒള്ളി. അതായത് കീബോർഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണുന്നത്. ഇപ്പോൾ കീബോർഡ് ആണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ആ ഒരു റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിൻ്റെ ലിവറും ആ ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കീബോർഡിൻ്റെ റൈറ്റ് സൈഡിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഡു ദ റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്? റിജിഡ് ഡോഗും ലൂസ് ഡോഗും ആക്ട് ചെയ്യുന്നത് ഏത് പാർട്ടിലെന്നാണ് ചോദ്യം. എസ്കേപ്മെൻറ്റ് വീലിലാണോ, പിനിയോൺ വീലിലാണോ, തമ്പ് വീലിലാണോ? ഏത് പോർഷനിലാണ്? ഇതിൻ്റെ ആൻസർ എസ്കേപ്മെൻറ്റ് വീലിലാണ്. ഓക്കെ, എസ്കേപ്മെൻറ്റ് വീലിലാണ്. നമ്മൾ റോക്കർ മെക്കാനിസം എന്നൊരു ടോപ്പിക്ക് നമ്മുടെ സിലബസിലുള്ളതാണല്ലേ. അപ്പോൾ റോക്കർ മെക്കാനിസത്തിലെ പ്രധാന പാർട്ടുകളാണ് എസ്കേപ്മെൻറ്റ് വീല്, അതുപോലെ തന്നെ പിനിയോൺ വീല്, റിജിഡ് ഡോഗ്, ലൂസ് ഡോഗ്. അപ്പോൾ റോക്കർ മെക്കാനിസത്തിലെ പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഈ നാല് പാർട്ടുകളാണ്. ഇപ്പോൾ നടന്ന ഒരു എക്സാമിന് റോക്കർ മെക്കാനിസത്തിൻ്റെ പാർട്ടുകൾ ഏതെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. മിക്ക എക്സാമിനും, ടൈപ്പ് റൈറ്ററിൻ്റെ മിക്ക എക്സാമിനും ഈ ഒരു പോർഷൻ എന്നൊരു ചോദ്യം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ റോക്കർ മെക്കാനിസത്തിലാകെ ഈ നാല് പാർട്ടുകളേ ഉള്ളൂ. എസ്കേപ്മെൻറ്റ് വീല്, പിനിയോൺ വീല്, റിജിഡ് ഡോഗ്, ലൂസ് ഡോഗ്. ഇതിൽ റിജിഡ് ഡോഗും ലൂസ് ഡോഗും ആക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എസ്കേപ്മെൻറ്റ് വീലിലാണ്. റിജിഡ് ഡോഗും ലൂസ് ഡോഗും പ്രവർത്തിക്കുന്നത് എവിടെയാണ്? എസ്കേപ്മെൻറ്റ് വീലിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ എസ്കേപ്മെൻറ്റ് വീലിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പിനിയോൺ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ്കേപ്മെൻറ്റ് വീലും പിനിയോൺ വീലും ഒരൊറ്റ ഷാഫ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ എസ്കേപ്മെൻറ്റ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് പിനിയോൺ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. പിനിയോൺ വീലിൻ്റെ ചലനം മൂലമാണ് ക്യാരേജ് റാക്ക് മൂവ് ചെയ്യുന്നത്. ക്യാരേജ് റാക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ക്യാരേജ് റാക്ക് ട്രാവൽസ് ത്രൂ പിനിയോൺ വീൽ എന്നുള്ള ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണല്ലേ. അപ്പോൾ ക്യാരേജ് റാക്ക് ട്രാവൽ ചെയ്യുന്നത് ഏതിലൂടെയാണ്? പിനിയോൺ വീലിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് മൂവ് ചെയ്യുന്നത്? ക്യാരേജ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ലൂസ് ഡോഗും റിജിഡ് ഡോഗും ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? എസ്കേപ്മെൻറ്റ് വീലിലാണ്. എസ്കേപ്മെൻറ്റ് വീല് മൂവ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് പിനിയോൺ വീല് മൂവ് ചെയ്യും. പിനിയോൺ വീല് മൂവ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ക്യാരേജ് റാക്ക് മൂവ് ചെയ്യും. ക്യാരേജ് റാക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ക്യാരേജ് മൂവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൻ്റെ ആൻസർ എന്താണ്? എസ്കേപ്മെൻറ്റ് വീലാണ്. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അഡ്രസ് ഇൻ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ ടൈപ്ഡ് ഇൻ ഡാഷ് സ്പേസിംഗ്. ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഒഫീഷ്യൽ ലെറ്റർ മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ എത്ര സ്പേസ് ആയിരിക്കണം അഡ്രസ്സിന് ഇടയിൽ കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? അത് സിംഗിൾ ലാൻഡ് സ്പേസിംഗ് ആണ്. ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ അഡ്രസ്സുകൾക്കിടയിൽ കൊടുക്കേണ്ട സ്പേസിംഗ് സിംഗിൾ ലാൻഡ് സ്പേസിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 3 only. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is used to increase keyboard tension? കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? വേരിയബിൾ ലാൻഡ് സ്പേസർ ആണോ, ഡിറ്റൻറ്റ് റിലീസ് ലിവർ ആണോ, അതോ റാഷഡ് വീലാണോ, ടച്ച് റെഗുലേറ്റർ ആണോ?
അതിൽ നിന്ന് തന്നെ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ, കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ടച്ച് റെഗുലേറ്റർ ആണ്, ടച്ച് റെഗുലേറ്റർ. ഓക്കെ, അപ്പോൾ അതായത് ഓപ്ഷൻ എ ആണ്, 4 ഓൺലി. ടച്ച് റെഗുലേറ്റർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടച്ച് റെഗുലേറ്റർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മുടെ കീബോർഡിലെ കീസിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് കീബോർഡ് ടെൻഷൻ അല്ലെങ്കിൽ കീ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, റോമൻ ന്യൂമറൽ ടു റെപ്രസെൻറ്റ് 70 ഈസ്. 70 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സൂചിപ്പിക്കുന്ന റോമൻ ന്യൂമറൽ ഏതാണ്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ റോമൻ ന്യൂമറൽസിൽ ഏതൊക്കെ ഉപയോഗിക്കും? ഐ ഉപയോഗിക്കും. ഐ എന്തിനെ സൂചിപ്പിക്കാനാണ്? 1നെ സൂചിപ്പിക്കുന്നതിനാണ്. വി ഉപയോഗിക്കും. വി എന്തിനെ സൂചിപ്പിക്കുന്നതിനാണ്? 5. എക്സ് ഉപയോഗിക്കുന്നത് 10. എൽ ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? എൽ 15നെ സൂചിപ്പിക്കുന്നതാണ്. സി സൂചിപ്പിക്കുന്നത് 100നെയാണ്. ഡി ആണെങ്കിൽ 500. എം ആണെങ്കിൽ 1000നെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് 70നെ സൂചിപ്പിക്കുന്നതിനാണ്. അപ്പോൾ നമുക്കറിയാം എൽ സൂചിപ്പിക്കുന്നത് 50 ആണ്. നമ്മൾ 70 എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? 70 എന്ന് പറയുന്നത് 50 + 10 + 10 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വേണം നമ്മൾ 70 കൊടുക്കാൻ. അപ്പോൾ 70ൽ നമ്മൾ 50 + 10 + 10 ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 50ക്ക് നമ്മൾ സൂചിപ്പിക്കുന്നത് എൽ ആണ് അല്ലേ? അപ്പോൾ 10നെ സൂചിപ്പിക്കാൻ എന്തുപയോഗിക്കും? എക്സ് ഉപയോഗിക്കും. അടുത്ത 10നെ സൂചിപ്പിക്കാൻ എക്സ് ഉപയോഗിക്കും. അപ്പോൾ എൽ എക്സ് എക്സ് എന്നുള്ളതാണ് 70യെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് മൂന്നാമത്തതാണ് എൽ എക്സ് എക്സ്. അതായത് നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 70യെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം, ഓൺ IGS ഓൺ ദ എൻവലപ്പ് ഓഫ് ആൻ ഒഫീഷ്യൽ ലെറ്റർ ഈസ് ഫൗണ്ട് ഓൺ. അതായത് നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിൽ IGS എന്നുള്ളത് എവിടെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിലെ എൻവലപ്പിൽ. അപ്പോൾ നമ്മൾ ഒരു എൻവലപ്പിൽ IGS എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ടോപ്പ് സെൻറ്ററിലായിട്ടാണ്. IGS അതുപോലെ തന്നെ QMS എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നത് ടോപ്പ് സെൻറ്ററിലായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മൂന്നാമത്തതാണ്. ഓപ്ഷനിൽ നോക്കിയാൽ ഓപ്ഷൻ ബി. ഓക്കെ, 3 ഒള്ളിയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ ജി. ജി എന്ന ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിംഗർ ഏതെന്നാണ് ചോദ്യം. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണോ, റൈറ്റ് മിഡിൽ ഫിംഗർ ആണോ, അതോ റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ ആണോ, അതോ ലെഫ്റ്റ് മിഡിൽ ഫിംഗർ ആണോ? അപ്പോൾ നമുക്ക് ജി വരുന്നത് ഏത് റോയിലാണ്? ടോപ്പിൽ നിന്നും 3rd റോയിലാണ് ജി വരുന്നത്. അതായത് നമ്മുടെ ഹോം കീസൊക്കെ ഉള്ള ആ ഒരു റോ, ASDFGH സെമിക്കോളൻ LKJ. ഓക്കെ, ഇതാണ് ആ ഒരു റോയിലുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് നോക്കുക. ഇത് ലിറ്റിൽ ഫിംഗർ ആണ്, അപ്പോൾ ഇത് റിംഗ് ഫിംഗർ ആയിരിക്കും. ഇത് മിഡിൽ ഫിംഗർ, ഇത് ഇൻഡെക്സ് ഫിംഗർ ആണ്. അപ്പോൾ ഇൻഡെക്സ് ഫിംഗർ നമ്മൾ 2 ലെറ്റേഴ്സിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എഫിനും ജിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഇത്രയും പോർഷൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിനും ഇത് നമ്മൾ റൈറ്റ് ഹാൻഡിനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫും ജിയും നമ്മൾ ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ജി എന്ന ലെറ്റർ ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫിംഗർ ഏതെന്നല്ലേ? അപ്പോൾ ഏതാണ്? ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ്. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ. അത് അപ്പോൾ ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1 ഒള്ളി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം ഈസ് ടു ഹെൽപ്പ്. റോക്കർ മെക്കാനിസം എന്തിനാണ് സഹായിക്കുന്നത്? കളർ ഇൻഡിക്കേഷൻ റിബൺ ആണോ, അതോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണോ, അതോ ടാപ്പ് സെറ്റിങ്ങിനാണോ, അതോ തമ്പ് വീലിനാണോ? റോക്കർ മെക്കാനിസമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് എവിടെയെങ്കിലും ചോദിച്ചാൽ അപ്പോഴേ ഓർത്തോണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ്. ക്യാരേജിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? റോക്കർ മെക്കാനിസത്തിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ റോക്കർ മെക്കാനിസം എന്തിനു സഹായിക്കുന്നു? ക്യാരേജിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റിനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ്. അതായത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കോൺഫിഡൻഷ്യൽ ഓർ അർജന്റ് മാറ്റേഴ്സ് ആർ ഫോർവേഡഡ് ആസ്. കോൺഫിഡൻഷ്യൽ മാറ്ററോ അല്ലെങ്കിൽ അർജന്റ് മാറ്ററോ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ഏത് ലെറ്ററിലാണ്? ഒഫീഷ്യൽ ലെറ്ററിലാണോ, നോട്ടിഫിക്കേഷനിലാണോ, ഡെമി ഒഫീഷ്യൽ ലെറ്ററിലാണോ, അതോ ബിസിനസ് ലെറ്ററിലാണോ? അത് ഡെമി ഒഫീഷ്യൽ ലെറ്ററിലാണ്. കോൺഫിഡൻഷ്യൽ കാര്യമോ അല്ലെങ്കിൽ അർജന്റ് മാറ്റേഴ്സോ നമ്മൾ ഡെമി ഒഫീഷ്യൽ ലെറ്ററിലൂടെയാണ്
നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഡെമി ഒഫീഷ്യൽ ലെറ്റർ സാധാരണ കൈമാറുന്നത് ആരൊക്കെ തമ്മിലാണ്? ഗവൺമെൻറ് ഓഫീസേഴ്സ് തമ്മിലാണ്. ഓക്കെ, ഒരു ഗവൺമെൻറ് ഓഫീസർ മറ്റൊരു ഗവൺമെൻറ് ഓഫീസറിന് അയക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഘോസി ഗവൺമെൻറ് ഓഫീസർ മറ്റൊരു ഗവൺമെൻറ് ഓഫീസറിനോ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. ഡെമി ഒഫീഷ്യൽ ലെറ്ററിൻ്റെ കോംപ്ലിമെൻ്ററി ക്ലോസ് സ്ഥിരം ചോദിക്കുന്നതാണ്. അതെന്താണ്? യുവേഴ്സ് സിൻസിയർലി ആണ്. യുവേഴ്സ് സിൻസിയർലി ആണ് ഡെമി ഒഫീഷ്യൽ ലെറ്ററിൻ്റെ കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 3 only. ഇനി അടുത്ത ചോദ്യം, ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ പെർഫോം സീക്വൻസസ് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ടു അച്ചീവ് എ ടാസ്ക് ഈസ് കോൾഡ് ഡാഷ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമാണ്. പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? അത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഒരു ഇൻസ്ട്രക്ഷൻ്റെ സെറ്റാണ്. ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സീക്വൻസ് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് അടങ്ങിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ ഫാസ്റ്റസ്റ്റ് മോസ്റ്റ് പവർഫുൾ ആൻഡ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് അറ്റ് atomic research centers, scientific institutes and weather forecasting centers that can perform trillions of calculations per second. ഇതിൻ്റെ ആൻസർ അപ്പോൾ എന്താണ്? നമുക്ക് ആ ഒരു ചോദ്യത്തിന് തന്നെ ക്ലിയർ ആണല്ലേ. അറ്റോമിക് റിസർച്ച് സെൻറ്ററിലും സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഇസ്രോ പോലെയുള്ള സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വെതർ ഫോർകാസ്റ്റിംഗ് സെൻറ്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് കമ്പ്യൂട്ടറാണ്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനാണ്. കാരണം അവിടെയൊക്കെ ഒരു സെക്കൻഡിൽ തന്നെ ട്രില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഏതാണ്? സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇതിൻ്റെ ആൻസർ സൂപ്പർ കമ്പ്യൂട്ടറാണ്. അടുത്ത ചോദ്യം, ഒരു പെൻറ്റാബൈറ്റ് എന്ന് പറയുന്നത് എത്ര ടെറാബൈറ്റിന് തുല്യമാണ്? എത്ര ടെറാബൈറ്റിന് തുല്യമാണെന്ന് ചോദിച്ചാൽ അത് 1024 ടെറാബൈറ്റിന് തുല്യമാണ്. അപ്പോൾ ഒരു പെൻറ്റാബൈറ്റ് എന്ന് പറയുന്നത് എത്ര ടെറാബൈറ്റിന് തുല്യമാണ്? 1024 ടെറാബൈറ്റിന് തുല്യമാണ്. അടുത്ത ചോദ്യം, ദ സ്റ്റഡി, അനാലിസിസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഈസ് കോൾഡ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആണ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാതെ നമ്മൾ ഓരോ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയും അതിന് ഫോളോ ചെയ്യേണ്ട ഓരോ കമ്പനീസ് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഐഡൻറ്റിഫൈ ദ മെറ്റാലിക് ഡിവൈസ് ദാറ്റ് ഈസ് തെർമൽ conductive and designed to absorb and disperse heat to a fluid medium from high temperature object like a computer process. ഇതിൻ്റെ ആൻസർ ഹീറ്റ് സിങ്ക് ആണ്. ഓക്കെ, ഹീറ്റ് സിങ്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നെറ്റ്വർക്ക് ക്ലാസ് ഈസ് റിസർവ്ഡ് ഫോർ മൾട്ടികാസ്റ്റിങ്ങിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് ക്ലാസ് ഏതെന്ന് ചോദിച്ചാൽ അത് ക്ലാസ് ഡി ആണ്. ഓക്കെ, ക്ലാസ് ഡി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ ഡിവൈസ് ദാറ്റ് സ്കാൻസ് ടെക്സ്റ്റ് ഓൺ പേപ്പർ ആൻഡ് കൺവേർട്സ് ദ സ്കാൻഡ് ടെക്സ്റ്റ് ഇൻ ടു ഡിജിറ്റൽ ഫോം. അതായത് പേപ്പറിൽ ടെക്സ്റ്റിനെ സ്കാൻ ചെയ്യുകയും ആ ടെക്സ്റ്റിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? അത് OCR ആണ്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ്. അടുത്ത ചോദ്യം, ദ ഇന്റർഫേസ് കൺസിസ്റ്റിംഗ് ഓഫ് മെനൂസ്, icons, windows and pointers that allow a user to give instruction using a press of mouse button is called GUI ആണ്. GUI means graphical user interface എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് എന്തിന് സഹായിക്കുന്നത്? ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഈ ഇൻ്റർഫേസിൽ മെനൂസ്, ഐക്കൺസ്, വിൻഡോസും പോയിന്റേഴ്സൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു യൂസറിന് ഒരു മൗസ് ബട്ടൺ ഉപയോഗിച്ച് തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലുള്ള മെനൂസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ചൂസ് ദ മാൽവെയർ ദാറ്റ് അലൗസ് എ ഹാക്കർ ടു ആക്സസ് യുവർ കമ്പ്യൂട്ടർ കംപ്ലീറ്റ്ലി. അപ്പോൾ
ഒരു മാൽവെയർ ആണ്. ഇത് നമ്മുടെ ഹാക്കറിന് നമ്മുടെ കമ്പ്യൂട്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളത് ഏതാണ്? വൈറസ് ആണോ, അതോ സ്പൈവെയർ ആണോ, ആഡ്വെയർ ആണോ, റൂട്ട് കിറ്റ്സ് ആണോ? ഇതിൻ്റെ ആൻസർ റൂട്ട് കിറ്റ്സ് ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ സെർച്ച് എഞ്ചിൻ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ചൂടെ തന്നിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിൻ സെലക്ട് ചെയ്യാനാണ്. മോസില്ല ഫയർഫോക്സ്, യാഹൂ, വിൻഡോസ് എക്സ്പ്ലോറർ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഇതിൽ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് യാഹൂ ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ IBM പ്രൈമർലി ഫോർ യൂസ് വിത്ത് മെയിൻ ഫ്രെയിംസ്. അപ്പോൾ ഇതിൽ IBM ഡെവലപ്പ് ചെയ്തെടുത്തുള്ള കോഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്, കോഡിംഗ് സ്റ്റാൻഡേർഡാണ് ചോദിക്കുന്നത്. അപ്പോൾ IBM ഡെവലപ്പ് എടുത്തിട്ടുള്ളത് ഏതാണ്? അത് എപ്സിഡിക് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, സോഫ്റ്റ്വെയർ പാക്കേജ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ നമ്മുടെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പാക്കേജ് ഏതാണ്? അതെ, പ്രസൻറ്റേഷൻ പാക്കേജ് ആണ് അല്ലേ, പ്രസൻറ്റേഷൻ പാക്കേജ്. അടുത്ത ചോദ്യം, വി ക്യാൻ മേക്ക് എ സെലക്ടഡ് ടെക്സ്റ്റ് ബോൾഡ് ഇൻ MS വേർഡ് യൂസിങ്. എന്തൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ MS വേർഡിൽ ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ലെറ്റേഴ്സ് ആക്കാൻ പറ്റും? Ctrl+B ഉപയോഗിച്ചാൽ നമുക്ക് ബോൾഡ് ആക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെ, നമുക്ക് Ctrl+B ഉപയോഗിച്ചാൽ നമുക്ക് ബോൾഡ് ആക്കാൻ കഴിയും. പിന്നെ ക്ലിക്ക് ഇൻ ബോൾഡ് ഐക്കൺ, നമ്മളുടെ ബോൾഡ് ഐക്കൺ ക്ലിക്ക് ചെയ്താലും നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ഐക്കൺ പ്രസ് ചെയ്താലും നമുക്കത് ബോൾഡ് ആക്കാൻ കഴിയും. പിന്നെ ഹോം ടാബിൽ ഫോൺ ഗ്രൂപ്പിൽ ബോൾഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അത് ക്ലിക്ക് ചെയ്താലും നമുക്ക് വേർഡിനെ ബോൾഡ് ആക്കാൻ പറ്റും. അപ്പോൾ 1ഉം 2ഉം 3 ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. ഇനി അടുത്ത ചോദ്യം, കമാൻഡ് ബാർ ദാറ്റ് ഓർഗനൈസസ് എ പ്രോഗ്രാം സ്വിച്ചസ് ഇൻ ടു എ സീരീസ് ഓഫ് ടാബ്സ് സോ ദാറ്റ് യൂസേഴ്സ് ക്യാൻ ക്വിക്ക്ലി ആക്സസ് ദ കമാൻഡ്സ് ഈസ് കോൾഡ്. ഏതാണ്? ഇതിൻ്റെ ആൻസർ റിബൺ ആണ്. നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ 2007 വെർഷനിലൊക്കെ വന്നപ്പോൾ എന്തായി മാറി? റിബൺസ് ആണ്. അപ്പോൾ റിബൺസ് എന്നുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കമാൻഡ്സ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ റിബണിനെ എന്തായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്? ടാബുകളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോം ടാബ് എടുക്കുകയാണെങ്കിൽ ഹോം ടാബിനെ തന്നെ പല ഗ്രൂപ്പ്സ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഓരോ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? റിബൺ ആണ്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ ഷോർട്ട് കട്ട് കീ ഇൻ MS വേർഡ് ടു ഇൻക്രീസ് ദ ഫോണ്ട് സൈസ് ബൈ 1 പോയിന്റ് വൈൽ ടൈപ്പിംഗ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പോയിന്റ് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് വെച്ചാൽ അത് Ctrl+ ഈ ഒരു ഐക്കണാണ്. Ctrl+ ഈ ഒരു ഐക്കണാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഈ ഒരു ബ്രാക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു മൂവ് the cursor to the last updation made before closing the document immediately after opening the document. ഇതിൻ്റെ ആൻസർ Shift+F5 ആണ്. ഓക്കെ, Shift+F5 ആണ്. ഇത് എവിടെയാണെന്ന് നോക്കിക്കോണം. ഇത് നമ്മുടെ MS വേർഡിൻ്റെ കേസിൽ പറയുന്നതാണ്. നമ്മൾ നോക്ക്, ഡോക്യുമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എന്തായാലും MS വേർഡാണ്. കാരണം നമ്മൾ പവർ പോയിൻ്റ് കേസിൽ വരുമ്പം Shift+F5 ഉപയോഗിക്കുന്നത് വേറൊരു ഓപ്പറേഷന് വേണ്ടിയാണ്. അപ്പം MS വേർഡിലാണെങ്കിൽ നമ്മൾ Shift+F5 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡോക്യുമെൻ്റ് ഇതിന് മുൻപ് ക്ലോസ് ചെയ്ത സമയത്തുള്ള ലാസ്റ്റ് അപ്ഡേഷനിലേക്ക് കഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് Shift+F5 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, the page background is located in dash tab. പേജ് ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ്, ഏത് ടാബിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പേജ് ലേഔട്ട് ടാബിലാണ്. ഓക്കെ, പേജ് ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? പേജ് ലേഔട്ട് ടാബിലാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, എന്ന ടാബ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത്, ഐഡൻറ്റിഫൈ ദ ടാബ് യൂസ്ഡ് ടു മാഗ്നിഫൈ ദ പേജ് ഇൻ MS വേർഡ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ
ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് വ്യൂ ടാബിൽ നമ്മുടെ ഡോക്യുമെൻറ്റ് MS വേർഡ് ഡോക്യുമെൻറ്റ് നമുക്ക് മാഗ്നിഫൈ ചെയ്യാതെ സൂം ചെയ്യാനും അതിൻ്റെ സൂം പെർസെൻറ്റേജ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് ടാബിലാണ്? വ്യൂ ടാബിലാണ് പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ടാബ് ഫ്രം ദ ഫോളോയിങ് ഇൻ വിച്ച് ദ ഫുഡ് നോട്ട് ഓപ്ഷൻ ഈസ് അവൈലബിൾ. ഫുഡ് നോട്ട് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ടാബ് ഏതാണ്? അത് റെഫറൻസ് ടാബാണ്. റെഫറൻസസ് ടാബിലാണ് നമുക്ക് ഫുഡ് നോട്ട് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആൻ ഇമേജ് ഓർ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് ബിഹൈൻഡ് ദ മെയിൻ ടെക്സ്റ്റ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് ആർ ഓഫൺ യൂസ്ഡ് ടു ഷോ ദ പർപ്പസ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വാട്ടർമാർക്കാണ്. വാട്ടർമാർക്ക് എന്ന് പറയുന്നത് ഒരു ഗോസ്റ്റ് ഇമേജ് അല്ലെങ്കിൽ ഒരു ഷാഡോ ഇമേജ് പോലെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ കാണാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ അത് ടെക്സ്റ്റ് ആകാം അല്ലെങ്കിൽ ഇമേജ് ആകാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. അടുത്തത് Ctrl+E വേർഡിൽ Ctrl+Eൻ്റെ ഉപയോഗം എന്തെന്നാണ് ചോദിക്കുന്നത്. Ctrl+Eയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് അലൈൻ ദ ലൈൻ ഓർ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു സെൻറ്റർ. അതായത് സെൻറ്റർ അലൈൻമെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ് Ctrl+E എന്ന് പറയുന്നത്. സെൻറ്റർ അലൈൻമെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ് Ctrl+E എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ദ നമ്പർ ഓഫ് സ്പേസസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് എ പാരഗ്രാഫ് ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് മാർജിൻ. ലെഫ്റ്റ് മാർജിനിൽ നിന്നോ റൈറ്റ് മാർജിനിൽ നിന്നോ നമ്മുടെ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ എത്ര സ്പേസ് സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ നോക്കത്തില്ലേ? ഇതിന് പറയുന്ന പേരെന്താണ്? അതിനെയാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതിനെയാണ്. അടുത്ത ചോദ്യം, ദ ആപ്ലിക്കേഷൻ പാക്കേജ് യൂസ്ഡ് ടു പെർഫോം വേർഡ് പ്രോസസ്സിംഗ്. വേർഡ് പ്രോസസ്സിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പാക്കേജ് ഏതാണ്? MS വേർഡ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ? MS വേർഡ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ലിബ്രെ ഓഫീസ് റൈറ്റർ നമ്മൾ യൂസ് ചെയ്യും. MS വേർഡും ലിബ്രെ ഓഫീസ് റൈറ്ററും എന്താണ്? അത് വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബോത്ത് 1 and 2 ആണ്. അടുത്ത ചോദ്യം, ദ ഫീച്ചർ ഇൻ MS വേർഡ് ദാറ്റ് അലോസ് എ ലാർജസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ or a word which is used as a decorative element at the beginning of a paragraph. അതായത് ഒരു പാരഗ്രാഫിൻ്റെ ആദ്യം നമ്മൾ ആ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫ് തന്നെ എടുത്തോ, തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ലെറ്റർ മാത്രം ഒരു വലിയ ലാർജസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ഷോ ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റും. അതിന് പറയുന്ന പേരെന്താണ്? അതാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ യൂസ്ഫുൾ ഫീച്ചർ ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഡേറ്റ ഫ്രം ബോത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് മൈക്രോസോഫ്റ്റ് എക്സൽ ആൻഡ് അലോസ് യു ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് അറ്റ് വൺസ് such as letters, saving you the time and effort of retyping the same letter many times. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മെയിൽ മർജ് ആണ്. മെയിൽ മർജ് എന്തിനു നമുക്ക് ഉപയോഗിക്കാം? അതായത് ഒരേ ലെറ്റർ തന്നെ നമുക്ക് അതിപ്പോൾ വേർഡ് ആയിക്കോട്ടെ എക്സലിലായിക്കോട്ടെ നമുക്ക് ഒരേ ലെറ്റർ തന്നെ അല്ലെങ്കിൽ ഒരേ ഡേറ്റ തന്നെ ആ ഒരു ഡോക്യുമെൻറ്റിനെ നമുക്ക് ഒരേ സമയം ഒരുപാട് പേർക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ്, അതായത് സെയിം ലെറ്റർ തന്നെയാണ്. ആ സെയിം ലെറ്റർ ചിലപ്പോൾ പല അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ പല മെയിലിലേക്കോ നമുക്ക് മെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, comments provided an easy and effective way to make a note on something that needs additional attention or provide additional information. Choose from the following the right option to insert comment in a document. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെൻറ്റിൽ നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? അത് റിവ്യൂ ടാബാണ്. റിവ്യൂ ടാബിലാണ് കമൻറ്റ് എന്ന ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ഈ കമൻറ്റ്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കമൻറ്റ്സ് എന്തിനാണ് നമ്മൾ ഒരു ഡോക്യുമെൻറ്റിൽ കമൻറ്റ്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റീഡറിന് ആ ഡോക്യുമെൻ്റ് റീഡ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു എന്തെങ്കിലും ഒരു പോർഷൻ അഡീഷണൽ അറ്റൻഷൻ കൊണ്ടുവരാനോ വേണ്ടിയാണ് നമ്മൾ കമൻറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഈ കമൻറ്റ്സ് നമുക്ക് എവിടെയാണ് ഈ ഒരു ഡോക്യുമെൻറ്റിൽ കമൻറ്റ് കൊടുക്കണമെങ്കിൽ അതിൽ ഏത് ഓപ്ഷനിൽ പോകണം? റിവ്യൂ ടാബിൽ പോകണം. അടുത്ത ചോദ്യം,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ MS Word 2007 ഡോക്യുമെൻറ്റ് വ്യൂ? ഏതാണ്? പോർട്രേറ്റ് ആണ്. പോർട്രേറ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻറ്റ് വ്യൂ അല്ല, അത് ഓറിയൻറ്റേഷൻ ആണ്, അത് പേജ് ഓറിയൻറ്റേഷൻ ആണ്. പോർട്രേറ്റ് എന്ന് പറയുന്നത് പേജ് ഓറിയൻറ്റേഷൻ ആണ്. പോർട്രേറ്റും ഉണ്ട് ലാൻഡ്സ്കേപ്പും ഉണ്ട്. പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും എന്ന് പറയുന്നത് പേജ് ഓറിയൻറ്റേഷൻ ആണ്. അപ്പം MS വേർഡിലുള്ള ഡോക്യുമെൻറ്റ് വ്യൂസ് ഏതൊക്കെയാണ്? പ്രിന്റ് ലേഔട്ട് ഉണ്ട്, ഫുൾ സ്ക്രീൻ റീഡിംഗ്, വെബ് ലേഔട്ട് എന്നിവയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ദ കറണ്ട് ഡോക്യുമെൻറ്റ്? നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്റ് ഇൻഫർമേഷൻ നമുക്ക് എവിടെ കാണാൻ കഴിയും? അത് സ്റ്റാറ്റസ് ബാറിലാണ്. നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ ഇതിനെ പറ്റിയുള്ള നമ്മുടെ ഡോക്യുമെൻ്റ് ഇൻഫർമേഷൻ കാണാൻ കഴിയും. സ്റ്റാറ്റസ് ബാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ബോട്ടം പാർട്ടിലാണ് സ്റ്റാറ്റസ് ബാർ സ്ഥിതി ചെയ്യുന്നത്, വിൻഡോയുടെ ഏറ്റവും ബോട്ടം പാർട്ടിൽ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ ഓഡ് വൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ്, വെബ് റൂട്ടാണ് ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വെൻ വി വാണ്ട് ടു അറേഞ്ച്, സമ്മറൈസ് ഓർ സോർട്ട് ഡേറ്റ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് വി ക്യാൻ യൂസ് ഡാഷ്. നമ്മുടെ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്തോ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? പിവോട്ട് ടേബിൾ ആണ്, പിവോട്ട് ടേബിൾ. അടുത്ത ചോദ്യം, ദ ട്രിം ഫംഗ്ഷൻ ഇൻ MS Excel ഈസ് യൂസ്ഡ് ടു പെർഫോം ഡാഷ്. നമ്മൾ ട്രിം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അഡീഷണൽ സ്പേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും അഡീഷണൽ സ്പേസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ് നമ്മൾ ട്രിം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്രിം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത എന്ത് ചെയ്യണം? ട്രിം ചെയ്ത് കളയണം. അപ്പോൾ ട്രിം അഡീഷണൽ സ്പേസ് എന്ത് ചെയ്യണം? നമ്മൾ ട്രിം ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ദ ഫീച്ചർ ഇൻ MS Excel ദാറ്റ് അലോസ് ടു ഇൻസിസ്റ്റ് സം റൂൾസ് ഓൺ ഡേറ്റ വാല്യൂസ് ദാറ്റ് ക്യാൻ ബി എൻറ്റേർഡ് ഇൻ എ പർട്ടിക്കുലർ സെൽ ഈസ് ഡാഷ്. ഇതിൻ്റെ ആൻസർ ആണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ വാലിഡേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഷോർട്ട് കട്ട് കീ ഫോർ ഹൈഡിങ് റോസ് ഇൻ എക്സലിൽ റോസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതെന്ന് വെച്ചാൽ അത് Ctrl+9 ആണ്. ഓക്കെ, Ctrl+9 ആണ്. ഒരു പ്ലസ്സും കൂടെ ഉണ്ട്. Ctrl+9 യൂസ് ചെയ്ത് നമുക്ക് റോസിനെ ഹൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, സെലക്ട് ദ ഷോർട്ട് കട്ട് ടു ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ എ വർക്ക് ബുക്ക് ഫ്രം ദ ഫോളോയിങ്. നമുക്ക് വർക്ക് ബുക്കിൽ, നമ്മുടെ എക്സലിലെ വർക്ക് ബുക്കിൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് വെച്ചാൽ Alt+Shift+F1 ആണ്. ഏതാണ്? Alt+Shift+F1 കൊടുത്താൽ നമുക്ക് ഒരു ന്യൂ വർക്ക്ഷീറ്റ് നമ്മുടെ വർക്ക് ബുക്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഒരു വർക്ക് ബുക്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു വർക്ക് ബുക്കിൽ ഡീഫോൾട്ടായിട്ട് എത്ര വർക്ക്ഷീറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 3 ആണ്. 3 വർക്ക്ഷീറ്റാണ് ഡീഫോൾട്ടായിട്ട് ഒരു വർക്ക് ബുക്കിലുള്ളത്. എന്നാൽ അധികമായിട്ട് നമുക്കൊരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് വെച്ചാൽ Alt+Shift+F1 ആണ്. വെറുതെ F1 എന്ന് കണ്ടാൽ അത് ഹെൽപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഹെൽപ്പ് എന്ന ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ്, ഹെൽപ്പ് എന്നത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് F1 എന്നുള്ള ഒരു ഫംഗ്ഷൻ കീ യൂസ് ചെയ്യുന്നത്. എന്നാൽ Alt+Shift+F1 ആണെങ്കിൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യാൻ ഇൻസേർട്ട് ചെയ്യാനാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ദ സെറ്റ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ഫോർമാറ്റ് ഓഫ് ടെക്സ്റ്റ്, കളർ സ്കീംസ് ആൻഡ് ഗ്രാഫിക്സ് എഫക്ട്സ് ഇൻ PowerPoint ഈസ് കോൾഡ് ടെംപ്ലേറ്റ്സ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ് നമ്മുടെ ഇതിലുള്ള. അത് എന്താണ്? ടെക്സ്റ്റിൻ്റെ ആയാലും കളറായാലും സ്കീംസ്, ഗ്രാഫിക്സ് ഇതെല്ലാം പ്രീ ഡിസൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ സ്ലൈഡ് വ്യൂ ദാറ്റ് അലോസ് അസ് ടു വ്യൂ ഓൾ സ്ലൈഡ്സ് അറ്റ് എ ടൈം ഇൻ എ മിനിയേച്ചർ ഫോം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. നമ്മൾ സ്ലൈഡ് സോർട്ടർ വ്യൂ, നമ്മുടെ PowerPointൽ സ്ലൈഡ് സോർട്ടർ വ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷനിലുള്ള എല്ലാ സ്ലൈഡ്സും നമുക്ക് ഒരു തംബ്നെയിൽ പോലെ, അതായത് മിനിയേച്ചർ ഫോമിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. എല്ലാ സ്ലൈഡ്സും. ഇതിനെയാണ് നമ്മൾ സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എ സ്ലൈഡ് ഷോ ക്യാൻ ബി എൻഡ് ബൈ പ്രസ്സിങ്. ഒരു സ്ലൈഡ് ഷോ എൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് കീ ആണ് യൂസ് ചെയ്യുന്നത്? എസ്കേപ്പ് കീ യൂസ് ചെയ്താൽ മതി. എസ്കേപ്പ് കീയോ അല്ലെങ്കിൽ ഹൈഫണോ യൂസ് ചെയ്തുകൊണ്ട്
ഹൈഫണോ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ലൈഡ് ഷോ എൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, ദ ഡീഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ ഫയൽ ഇൻ PowerPoint 2007. ഇതിൻ്റെ ആൻസർ .pptx ആണ്. .pptx ആണ് PowerPoint 2007 ഡീഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ. .ppg എന്നൊക്കെ പറയുന്നത് 2003 ഫയൽ എക്സ്റ്റൻഷൻ ആയിരുന്നു. ഓക്കെ, അടുത്തത്, ദ ഫംഗ്ഷൻ കീ യൂസ്ഡ് ടു സ്റ്റാർട്ട് എ പ്രസൻറ്റേഷൻ ഫ്രം ദ ബിഗിനിങ്. തുടക്കം മുതൽ തന്നെ, അതായത് ഫസ്റ്റ് സ്ലൈഡ് മുതൽ തന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ ഏതാണെന്ന് ചോദിച്ചാൽ അത് F5 ആണ്. നമ്മൾ നമ്മുടെ PowerPoint കേസിൽ Shift+F5 യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കറണ്ട് സ്ലൈഡ് നമ്മളിപ്പോൾ എത്രാമത്തെ സ്ലൈഡിലാണോ നിൽക്കുന്നത് ആ സ്ലൈഡ് മുതൽ PowerPoint പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് Shift+F5. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോയത് F5 ആണെങ്കിൽ എൻ്റെ തുടക്കം മുതലേ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, സ്ലൈഡ് 1 മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ. എന്നാൽ നമ്മളിപ്പോൾ കറൻ്റ്ലി സ്ലൈഡ് 10 നിൽക്കുന്നതെന്ന് വെച്ചോ, അല്ലെങ്കിൽ സ്ലൈഡ് 10 അല്ലെങ്കിൽ സ്ലൈഡ് 8 ആണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു പോർഷൻ തൊട്ട്, ആ ഒരു സ്ലൈഡ് തൊട്ട് നമുക്ക് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Shift+F5. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ചോദ്യം, ദ വിഷ്വൽ ഓർ സൗണ്ട് എഫക്ട്സ് ഗ്രാഫിക്സ് ദാറ്റ് ക്യാൻ ബി ആഡഡ് ഇൻ എ സ്ലൈഡ് ഈസ് കോൾഡ്. നമ്മുടെ സ്ലൈഡിൽ നമ്മൾ ആഡ് ചെയ്യുന്ന വിഷ്വൽ എഫക്റ്റോ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റിനെയോ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ആനിമേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പോർഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ.